ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും കൃപയാൽ മിനിസ്ട്രിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം. ഉൽപ്പത്തി ഹല്ലേലൂയ 31 അധ്യായത്തിന്റെ 2. യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയാറെ അത് തൻ്റെ നേരെ മുമ്പേ ഇരുന്നതുപോലെ അല്ല എന്ന് കണ്ടു. ഇവിടെ നമുക്ക് ഈ ഒരു വാക്യത്തിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ. അതായത് യാക്കോബ് ലാബാന് വേണ്ടി എന്ത് ചെയ്തു? അവിടെ പണിയെടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. തൻ്റെ 20 സൽവത്സരം എന്ത് ചെയ്തു? അവൻ്റെ അടുക്കൽ പാർത്തു യാക്കോബ്. അതേപോലെ തന്നെ 10 പ്രാവശ്യം തൻ്റെ പ്രതിഫലം എന്ത് ചെയ്ത് മാറ്റുവാനൊക്കെയും ഇടയായി തീർന്നു അല്ലേ. നമുക്ക് ആ പുസ്തകം അല്ലെങ്കിൽ ആ ഒരു അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് വളരെയധികം നമ്മൾക്ക് മനസ്സിലാകുന്ന ഒന്നാണല്ലോ. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അതിനൊക്കെയും ശേഷം യാക്കോബിന് മനസ്സിലാകുവാനിടയായി തീർന്നു, നേരത്തെ ഇരുന്നത് പോലെ അല്ല ലാബാന്റെ മുഖം ഇപ്പോൾ തൻ്റെ നേരെ. ഹല്ലേലൂയ. അത് യാക്കോബിന് വളരെ കൃത്യമായി തൻ്റെ ജീവിതത്തിൽ അതെന്ത് ചെയ്തു? മനസ്സിലാക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതേപോലെ തന്നെ ഇതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളല്ലേ നമ്മൾ ഓരോരുത്തരും. പല സാഹചര്യങ്ങളിലും ഒരുപക്ഷെ നമ്മുടെ മക്കളുടെ മുഖമായിരിക്കാം നമുക്കെതിരെ ആവുന്നത്. പണ്ടിരിക്കുന്നത് പോലെയല്ല, അവരുടെ മുഖത്തിന് ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ലേ. ഒരുപക്ഷെ നിൻ്റെ മാതാപിതാക്കളുടെ മുഖം നിനക്ക് നേരത്തെ ഇരിക്കുന്ന പോലെ അല്ല, അവരുടെ മുഖത്തിന് നിൻ്റെ നേരെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ലേ. ഒരുപക്ഷെ നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിൻ്റെ സ്തോത്രം കൂടെ വർക്ക് ചെയ്യുന്നവർ, ഒരുപക്ഷെ നീ ഉറ്റ സ്നേഹിതനായി അല്ല ഉറ്റ സുഹൃത്തായി കണ്ടവരായിരിക്കാം പലപ്പോഴും നിൻ്റെ നേരെ മുഖം മാറി നിന്നോട് പ്രവർത്തിച്ചിട്ടില്ലേ. ഹല്ലേലൂയ. അതേപോലെ നമുക്കറിയാവുന്നതാണ്, നമ്മൾ ജോലി ചെയ്യുന്ന, നമ്മൾ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എന്താണ് ജോലി ചെയ്യുന്ന സ്ഥലത്തിലെ യജമാന്മാർക്ക് പലപ്പോഴും നമ്മളിലേക്ക് എന്ത് ചെയ്യാം? മുഖം മാറുവാനിടയായിത്തീരും. അതേ ദൈവമക്കളെ, അപ്പം ആരെല്ലാം നമ്മളുടെ മുമ്പിൽ നമ്മളിലേക്ക് നമ്മളോടുള്ള അവരുടെ മുഖം നേരത്തെ ഇരുന്നത് പോലെ അല്ലാതെ ചേഞ്ച് ആവുമ്പോൾ ഒരുപക്ഷെ നമ്മൾക്ക് എന്ത് വളരെ വേദനകളുണ്ടാകും അല്ലേ. എപ്പോഴും ആണേലും സ്തോത്രം യാക്കോബിന് ഇതാണ് പറയാനുള്ളത്. 20 സൽവത്സരം ഞാൻ ഇവനോടുകൂടെ പാർത്തു, 10 വർഷം 10 പ്രാവശ്യം എൻ്റെ പ്രതിഫലം മാറ്റി. അപ്പം അവൻ്റെ കഷ്ടതയാണ്, അതായത് ലാബാൻ തൻ്റെ ജീവിതത്തിൽ ചെയ്തതാണ് എപ്പോഴും എന്തിനാ യാക്കോബ് പറയുന്നതായിട്ട് നമ്മൾ ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അത് അവൻ്റെ വിഷമമാണ്. ഹല്ലേലൂയ. ലാബാൻ തൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ ആ മുഖഭാ അല്ലെങ്കിൽ ആ മുഖത്തിനുള്ള ആ വ്യത്യാസം അവൻ്റെ ജീവിതത്തിൽ എത്രത്തോളം സ്തോത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് നമുക്കറിയല്ലേ. പക്ഷെ ദൈവമക്കൾ ആരെല്ലാം നമ്മളിൽ നിന്ന് ഹല്ലേലൂയ അവരുടെ മുഖം തിരിച്ചാലും ഒരിക്കലും നമ്മുടെ കൈയുടെ പ്രേരണഫലം അല്ലെങ്കിൽ നമ്മൾ അധ്വാനിക്കുന്നത് ഹല്ലേലൂയ ഇതൊന്നും നമുക്ക് കിട്ടിയില്ലെങ്കിലും ഹല്ലേലൂയ ഒരിക്കലും മാറ്റമില്ലാത്ത, ഒരിക്കലും തൻ്റെ മുഖം നമ്മുടെ നേരെ, ഈവൻ നമ്മൾ പാപം ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ മിസ്റ്റേക്കുകൾ സംഭവിച്ചാലും അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് വീണ്ടും നമ്മളുടെ നേരെ ഹല്ലേലൂയ ആ ഒരു അപ്പൻ്റെ സ്നേഹം, അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ മുഖം. അത് ഒരിക്കലും നമ്മുടെ നേരെ എന്ത് ചെയ്യത്തില്ല? പ്രതികൂലമായി വെക്കുകയില്ല. ആരെല്ലാം നമ്മുടെ ചുറ്റുപാട് മാറട്ടെ, ഹല്ലേലൂയ അവരുടെ മുഖം നമ്മുടെ നേരെ തിരിച്ചോളട്ടെ. ചിലപ്പോൾ നമ്മൾ വളരെ കഷ്ടതയുടെ അനുഭവത്തിലായിരിക്കാം, ഒന്ന് സഹായിക്കുവാനില്ലാതെ വണ്ണം പലരും മുഖം തിരിച്ചു പോകുന്നവരായിരിക്കാം നമ്മുടെ ലൈഫിൽ അല്ലേ. പക്ഷേ ഹല്ലേലൂയ നീ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, കർത്താവിനെ നീ വേണ്ട വിധം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, കർത്താവിൻ്റെ മുഖം നിൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും അത് എന്ത് ചെയ്യത്തില്ല, നിനക്കെതിരെ തിരിക്കുവാൻ ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. നമ്മുടെ അപ്പൻ സ്വർഗത്തിൽ അല്ലേ. നമുക്കറിയാം ഇങ്ങനെ ലാബാന്റെ മുഖം യാക്കോബിന് നേരത്തെ ഇരുന്നത് പോലെ അല്ല എന്ന് തോന്നിയ ടൈമിലാണ് കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തത്? യാക്കോബിനോട് അവിടെ ഇടപെടുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. അവിടെ നമുക്ക് കാണാൻ 3 എപ്പോൾ സ്തോത്രം തൻ്റെ ജീവിതത്തിൽ സ്തോത്രം തൻ്റെ പ്രയത്നഫലവും എല്ലാം താൻ ആർക്കു വേണ്ടി പ്രയത്നിച്ചോ അല്ലെങ്കിൽ ആർക്കു വേണ്ടി കഷ്ടപ്പെട്ടോ അയാളുടെ മുഖം തനിക്കെതിരെ വന്നപ്പോൾ സ്തോത്രം താൻ ഭാരപ്പെട്ടിട്ടുണ്ടാകാം. അപ്പോൾ യഹോവ എന്ത് ചെയ്തു? യഹോവ യാക്കോബിനോട് ഇടപെടുവാനിടയായത് എന്താണ്? നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്കും ചാർച്ചക്കാരുടെ ഇടത്തിലേക്ക് നീ എന്ത് ചെയ്യാം? മടങ്ങിപ്പോ. അതാണ് ദൈവമക്കളെ. അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ഏത് സാഹചര്യം ആയിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മൾ ഉപേക്ഷിക്കുമ്പോഴായിക്കൊള്ളട്ടെ, നമ്മളെ വേണ്ടാന്ന് വെക്കുമ്പോഴായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളുടെ കൊടുമുടിയിൽ നമ്മൾ
ോട്ടെ നമ്മളെ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും ഉറ്റ സുഹൃത്തെന്ന് കാണുന്നവർ, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നവർ ഒരു പക്ഷേ അവരുടെ മുഖവും തിരിച്ച് നമ്മളെ ഉപേക്ഷിച്ചു പോകുക എങ്കിൽ ആ സമയത്താണ് നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കും. നീ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അവൻ എന്ത് ചെയ്ത് ഉപദേശിച്ച് തരുവാനിടയായിത്തീരും. നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. നിന്നെ നശിപ്പിക്കുകയില്ല. ഹല്ലേലൂയ. ചില പരിശോധനകൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളാണേലും പലപ്പോഴും ചോദിക്കാറുണ്ട്, കർത്താവേ നീ എവിടെ? ഹല്ലേലൂയ. നിന്നെ സേവിച്ചിട്ട് 42-ാം സങ്കീർത്തനക്കാരൻ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, നിന്റെ ദൈവം എവിടെയെന്ന് അവരെ നിന്ദിക്കുമെന്ന്. ഹല്ലേലൂയ. നമ്മളും പലപ്പോഴും കർത്താവെ നീ ഇത് എന്തിനാ നീ എനിക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത്? ഈ ഒരു കഷ്ടത എന്താണ്? ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ അനുഭവങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ അതെല്ലാം ആ കഷ്ടതകളെല്ലാം നമുക്ക് ദൈവം എന്ത് ചെയ്യും? നന്മയ്ക്കായി തീർത്തു തരും. ഹല്ലേലൂയ. അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം ദൈവമക്കളെ. ആ ഒരു അപ്പൻ ഒരിക്കലും, ആ അപ്പൻ്റെ മുഖം ഒരിക്കലും, ആ സ്വർഗത്തിലെ അപ്പൻ്റെ മുഖം ഒരിക്കലും എനിക്കും നിനക്കും നേരെ എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും മാറ്റം സംഭവിക്കുകയില്ല. ആ ഒരു അപ്പൻ്റെ, അതായത് നമുക്ക് 103-ാം സങ്കീർത്തനത്തിൽ പറയാൻ എന്താണ്, അപ്പന് തൻ്റെ മക്കളോട് കരുണ തോന്നുന്ന പോലെ ദൈവത്തിന് തൻ്റെ എന്ത് ചെയ്യുന്ന ഭക്തന്മാരോട് കരുണ തോന്നുന്ന ദൈവമക്കൾ, അതാണ് നമ്മുടെ അപ്പൻ. ഹല്ലേലൂയ. നമുക്കറിയാം യാക്കോബിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രതികൂലം വന്നപ്പോൾ, തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ താൻ കടന്നുപോയ ടൈമിൽ ഹല്ലേലൂയ അതിന് 5 വീണ്ടും പറയുന്നുണ്ട്, നിങ്ങളുടെ അപ്പൻ്റെ മുഖം എൻ്റെ നേരെ മുമ്പേ പോലെ അല്ല, എങ്കിലും എൻ്റെ അപ്പൻ്റെ ദൈവം എന്നോടുകൂടെ ഉണ്ടായിരുന്നു. അതാണ് ദൈവമക്കളെ നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ. ആരുടെ മുഖം നിൻ്റെ നേരെ തിരിച്ചോളട്ടെ. ഹല്ലേലൂയ. ആരുടെ മുഖമായിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. പല നിസ്സാര കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ചില അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്തോത്രം നിൻ്റെ നേരെ ആരെയൊക്കെ മുഖം തിരിച്ചാൽ ഹല്ലേലൂയ ഒരിക്കലും നിന്നെ വിട്ടു മാറാത്തവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതാ ദൈവമക്കളെ നമുക്ക് ഏറ്റവും അത്യാവശ്യം അല്ലേ. നമുക്കറിയാം അനേകർ നമ്മളുടെ എതിരെ മുഖം തിരിച്ചു പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയിലൂടെ ആയിരിക്കും പോകുന്നത്. പക്ഷേ ദൈവവചനം നമ്മളോട് പറയുന്നത് എന്താണ്? ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നിനക്ക് ഇതിൻ്റെ നടുവിൽ നിന്നെ ജീവിപ്പിക്കാൻ ഇറങ്ങി വരുന്ന ഒരപ്പനുണ്ട്, ഒരപ്പൻ്റെ മുഖമുണ്ട്. ഹല്ലേലൂയ. അവൻ സ്തോത്ര പത്രോസിനോട് യഹോവ പറഞ്ഞ് എന്താണ്, ആ കടലിലൂടെ നടന്നു വന്നപ്പോൾ അതിന് മീതെ നടന്നു വരാൻ പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഹല്ലേലൂയ പത്രോസ് അവിടെ വീഴുവാനിടയായി തീർന്നു? ഇല്ല, തനിക്ക് ധൈര്യം ലഭിക്കുവാനിടയായി തീർന്നു. ആമേൻ സ്തോത്ര. തനിക്ക് ആ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ, തൻ്റെ അപ്പനായ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആമേൻ സ്തോത്ര തനിക്ക് ആ ഒരു കടലോ അല്ലെങ്കിൽ അതിന് മീതെ കവിയുന്നൊക്കെ വളരെ നിസ്സാരമായി തോന്നുകയും ആമേൻ സ്തോത്ര അങ്ങനെ നടക്കുവാനും ഇടയായി തീർന്നു. ഇതാ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലും വേണ്ടത്. ഹല്ലേലൂയ. ആ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കുക. ഒരിക്കലും നിൻ്റെ നേരെ അത് എന്ത് ചെയ്യത്തില്ല, ആമേൻ സാഹചര്യം കണ്ട് തിരിക്കുകയില്ല. ഒരിക്കലും നിന്റെ നേരെ അത് പ്രതികൂലമായി തീരുകയില്ല. ആമേൻ സ്തോത്ര. ആ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് നീ എന്ത് യാത്ര ചെയ്യുന്നത്. ഒരുപക്ഷെ വളരെ കഷ്ടതയിലൂടെ ആയിരിക്കും. നീ ഇപ്പോൾ ചുറ്റുമുള്ളവർ നോക്കുമ്പോൾ നീ വീണുപോയി, നീ ആമേൻ സ്തോത്രം നശിച്ചു പോയെന്ന് അവർക്ക് തോന്നാം. ഹല്ലേലൂയ. പക്ഷെ നിന്റെ ഉള്ളിൽ ഒരു വിചാരമുണ്ട്. നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ എൻ്റെ അപ്പൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നത്, അതുകൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകുകയില്ല എന്നൊരു ഉറപ്പ് നമുക്ക് വരാം. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് വളരെ സുഖങ്ങളും നമുക്ക് വളരെ സൗകര്യങ്ങളും അല്ലെങ്കിൽ വളരെ ക്യാഷും നമുക്ക് വേണ്ടതെല്ലാം തന്നിട്ട് നമ്മളാണ് പലപ്പോഴും പണ്ട് ആരാധിച്ചതുപോലെയും പണ്ട് ദൈവത്തെ ബഹുമാനിക്കുന്നത് പോലെയും പണ്ട് ദൈവത്തെ സേവിക്കുന്നത് പോലെയും പണ്ട് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നത് പോലെയും ഇപ്പോൾ പലപ്പോഴും എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് ലഭിച്ചിട്ട് നമ്മളാണ് പലപ്പോഴും ദൈവത്തിൻ്റെ മുഖത്തെ എന്ത് ചെയ്യുന്നത് അന്വേഷിക്കാതെ വേണം യാത്രയാകുന്നത് അല്ലേ. നമുക്കറിയാം തിരുവചനം ഇപ്രകാരം വയ്ക്കുന്ന ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഹൃദയം സന്തോഷിക്കട്ടെ. 105-ാം സങ്കീർത്തനത്തിലെല്ലാം നമുക്ക് ആ ഒരു വചനം കാണുവാനിടയായിത്തീരുന്നുണ്ട്. അപ്പോൾ അപ്പൻ്റെ മുഖത്തേക്ക് നമ്മൾ എപ്പോഴും നോക്കുന്നവരാകണം ദൈവമക്കളെ. അത് കഷ്ടം വന്നോട്ടെ, ജീവിതത്തിൽ നഷ്ടമായിക്കൊള്ളട്ടെ, ജീവിതത്തിൽ ഒന്നുമില്ലായ്മയായിക്കോട്ടെ, ജീവിതത്തിൽ എല്ലാം ഉള്ളപ്പോഴായിക്കോട്ടെ, എപ്പോഴും ഹല്ലേലൂയ നീ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഹല്ലേലൂയ നിന്നെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുഖത്തേക്ക് നീ നോക്കുകയാണെങ്കിൽ നീ ഒരിടത്തും ലജ്ജിച്ചു പോകുകയില്ല. നമുക്ക് പലപ്പോഴും തോന്നും ഞാൻ തീർന്നു, ഹല്ലേലൂയ ഞാൻ ഇതോടുകൂടെ ഈ ഒരു കഷ്ടതയോടുകൂടെ ഞാൻ തീർന്നു എന്ന് പലപ്പോഴും നമുക്ക് തോന്നും.
ഹല്ലേലൂയ. ഇത് നിന്റെ അവസാനമാണ്. പക്ഷേ നിന്നെ നോക്കി നിന്നെ സ്നേഹിക്കുന്ന നിന്റെ പിതാവ് നിന്നോട് എന്താ പറയുന്നത്? ഇത് നിന്റെ ആരംഭമാണെന്നാണ്. നമ്മുടെ കർത്താവ് നമ്മളെ നോക്കുന്ന, നമ്മൾ പലപ്പോഴും അവസാനമെന്ന് കരുതുന്നത് കർത്താവ് ആ തിരുമുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ കർത്താവ് നമ്മളോട് പറയും ഇത് നിന്റെ ആരംഭമാണെന്ന് പറയുവാൻ അത്രയ്ക്ക് ശക്തനായ, അത്രയ്ക്ക് സർവശക്തനായ ദൈവമാണ് നമ്മുടെ അപ്പൻ. ഹല്ലേലൂയ. നമ്മളാണ് എപ്പോഴും എന്ത് ചെയ്യേണ്ടത്? നമ്മളാണ് പലപ്പോഴും യഹോവയുടെ മുഖത്തെ മറച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത്? നമ്മൾ നടക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം സങ്കീർത്തനക്കാരൻ 123 നമുക്ക് ഇപ്രകാരം ഒരു വചനമുണ്ടല്ലോ. എന്താണ്? ഹല്ലേലൂയ. അതായത് കർത്താവ് ഞങ്ങളോട് കൃപ ചെയ്യുമ്പോൾ, അതായത് കർത്താവ് കൃപ ചെയ്യുമ്പോൾ എന്ത് ചെയ്തു? അവൻ്റെ കൈകളിലേക്ക് നമ്മൾ നോക്കുന്നൊരു വചനമുണ്ട്. യജമാനത്തിൽ, അല്ലെങ്കിൽ ദാസന്മാർ യജമാൻ്റെ കയ്യിലേക്ക്, ദാസിമാർ യജമാനത്തിൻ്റെ കയ്യിലേക്ക് നോക്കുന്നത് പോലെ കൃപ ചെയ്യുമ്പോൾ, അല്ലേ? അവൻ സ്തോത്രം. ആ ഒരു മനോഭാവമാണ് ദൈവമക്കളെ നമുക്ക് വേണ്ടത്. എന്ത് വന്നാലും ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക. ഹല്ലേലൂയ. എനിക്ക് എവിടെ നിന്നാണ് രക്ഷ വരുന്നത്? ആ ദൈവത്തിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്തോത്ര, ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ സ്തോത്ര, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുഖം നിങ്ങളുടെ നേരെ പ്രതികൂലമാവുമ്പോൾ അനേകർ നിങ്ങൾക്ക് മുഖം പോലും തരാതെ സ്തോത്ര തിരിച്ച് മുഖം മറച്ചു പോകുന്ന അവസ്ഥ നിൻ്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ ഹല്ലേലൂയ ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നീ നോക്ക്. ഹല്ലേലൂയ. ദൈവത്തെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ഒരു വ്യക്തിയാണ് എന്നെ കേൾക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ ആരും നിനക്ക് മുഖം തരാത്ത, ഹല്ലേലൂയ, ചിലപ്പോൾ എന്താണ്, ചില കുപ്പയുടെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം ആരും തിരിഞ്ഞു നോക്കാത്ത ചില സിറ്റുവേഷൻസ് വരെ, അല്ലേ? നമുക്കറിയാം ഇപ്പോൾ ഒരു എവിടെയെങ്കിലും റോഡിൻ്റെ സൈഡിലൊക്കെ സ്തോത്രം വേസ്റ്റ് ഇടുന്ന സ്ഥലം, അല്ലെങ്കിൽ വേസ്റ്റ് ഇടുന്ന ആ ഒരു പാത്രത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ബാസ്ക്കറ്റിലേക്ക് ആരും നോക്കാറ് പോലുമില്ല. വേസ്റ്റ് കളഞ്ഞങ്ങ് പോകുന്നൊരു അനുഭവം, അല്ലേ? ഇപ്പോൾ പല സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ നമ്മളും അതുപോലത്തെ സാഹചര്യങ്ങളിൽ കടന്നു പോകുമ്പോൾ ആരും ഒരു മുഖം പോലും നമുക്ക് നേരെ തരാത്ത ചില സാഹചര്യങ്ങളിൽ കടന്നു പോകുന്ന ഏതെങ്കിലും വ്യക്തി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ആരെങ്കിലും എന്നെ സഹായിച്ചിരുന്നുവെങ്കിൽ, ആരെങ്കിലും എന്നെ ഒന്ന് നോക്കിയിരുന്നുവെങ്കിൽ, ഹല്ലേലൂയ ആഗ്രഹിക്കുന്ന വ്യക്തി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആമേൻ സ്തോത്ര, ഹല്ലേലൂയ. ഇപ്രകാരം ഒരു വചനം പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. എളിയവനെ പൊടിയിൽ നിന്ന് ഉയർത്തുവാൻ കഴിയുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ദരിദ്രനെ കുപ്പയിൽ നിന്ന്, ഹല്ലേലൂയ, നീ എത്ര വലിയ കുപ്പയിൽ കടന്നാലും, എത്ര വലിയ ദാരിദ്ര്യത്തിൽ കടന്നാലും ഹല്ലേലൂയ അവിടെ ഇറങ്ങി വന്ന് ഹല്ലേലൂയ നിന്നെ വിടുവിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. നീ ഒന്ന് മാത്രം ചെയ്യുക. കഷ്ടം വന്നാലും നഷ്ടം വന്നോട്ടെ, ഹല്ലേലൂയ അപ്പൻ്റെ മുഖത്തേക്ക് നീ നോക്കുക. നിനക്ക് എത്ര സൗഭാഗ്യം വന്നാലും ഒരിക്കലും ഒരു മാറ്റമില്ലാത്തൊരു സ്നേഹം ദൈവത്തോട് നമുക്ക് വേണം. അപ്പൻ്റെ മുഖത്തേക്ക് എപ്പോഴും നോക്കുക. ഹല്ലേലൂയ. അവിടെ നമുക്ക് എന്ത് ചെയ്യും? ഒരു ഉണർവിൻ്റെ ശക്തി ലഭിക്കും. അപ്പൻ്റെ മുഖത്തു നിന്ന് നമുക്ക് ധൈര്യം നൽകും. അപ്പൻ്റെ മുഖത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും? ഒരു പൂർണ്ണ ബലം നൽകും, ഒരു ശക്തി തരും. ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾ വന്നാൽ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ബലം അപ്പൻ്റെ മുഖത്തേക്ക് നോക്കി നിന്ന് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കും. ഹല്ലേലൂയ. അതാണ് ദൈവമക്കളെ, മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കുന്നതിനേക്കാൾ ഇതിൻ്റെ വ്യത്യാസം അതാണ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്ര, ഹല്ലേലൂയ. അതേകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് ഈ നാളുകളിൽ ഈ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ എടുക്കുക. ഞാൻ എൻ്റെ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കും. എൻ്റെ അപ്പൻ ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യുകയില്ല. എൻ്റെ അപ്പൻ്റെ മുഖത്തെ വേദനിപ്പിക്കുന്നതൊന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്നൊരു പൂർണ്ണ നിശ്ചയത്തോടുകൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നിൻ്റെ ഏത് കഷ്ടതയുടെ നടുവിലോ നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരുവാനിടയായി തീരും. ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിലേക്ക് ആ മുഖപ്രകാശം ഉണ്ടാകുമാറാകട്ടെ. ഹല്ലേലൂയ. അവങ്കിലേക്ക് നോക്കുന്നവർ പ്രകാശിതരായി. ഇപ്പോൾ ദൈവത്തിങ്കിലേക്ക് നോക്കുന്നവർ എന്താവും? പ്രകാശിതരാവും. അപ്പോൾ ദൈവത്തിങ്കിലേക്ക് നോക്കുമാറാകട്ടെ. അതിനുവേണ്ടി ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാൻ ദൈവമക്കളെ. ദൈവത്തിൻ്റെ പ്രകാശനം നമ്മുടെ ജീവിതത്തിൽ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ആകയാൽ ഈ വചനങ്ങൾ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.